ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്യാവശ്യം ആ കോളിഫ്ലവറൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് തിളച്ച് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കോളിഫ്ലവറൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണ്. അതിൽ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോയതിന് ശേഷം മാത്രം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈ കോളിഫ്ലവർ മുഴുവനായിട്ടും ഒന്ന് ആ വെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് ചിക്കൻ മസാലയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ 1 സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ഒന്ന് മിക്സാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള ആ കോളിഫ്ലവറില്ലേ, അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ആ ബ്രെഡ് പൊടിയിലൊന്ന് ഇത് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ആ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ നിറമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരുപാട് നേരം ഇത് എണ്ണയിലിട്ട് വെക്കരുത്. ആ കറിവേപ്പിലയുടെ കളർ മാറിപ്പോവും. അപ്പോൾ ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. എന്നിട്ട് ആ എണ്ണയൊക്കെ നന്നായിട്ട് വാർത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.